ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹൗ ആർ യു ഓൾ? ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ അവിടെ സുഖമായിരിക്കുന്നു. അപ്പം ഞാൻ ഇന്നൊരു ഗ്രീൻ മസാല ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോഴും ഫിഷ് ഫ്രൈ ചെയ്യാറ് ഒരു ബേസിക് മസാലയിലാണ്. ഇപ്രാവശ്യം നമുക്കൊരു വെറൈറ്റി ആക്കാം. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത റെസിപ്പിയാണ്. നല്ല സക്സസ് ആയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് നല്ല വൃത്തിക്ക് കഴുകിയ ഫിഷ് എടുക്കാം. അതിനുശേഷം മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഒരു 8-10 ചെറിയുള്ളി, 3 കുഞ്ഞു കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, 4 പച്ചമുളക്, പിന്നെ ഇത് എരിയില്ലാത്ത കുരുമുളകാണ്, അത് 2 സ്പൂൺ. എരിയില്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ 2 സ്പൂൺ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 1 സ്പൂൺ മതി, കാരണം ഓൾറെഡി പച്ചമുളകിന് നല്ല എരിവുണ്ട്. പിന്നെ നമ്മളെ വലിയ ജീരകം 1 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, പുതിനയില, പിന്നെ ഒരു ഹാഫ് സ്ലൈസ് ലെമൺ, അതും കൂടെ ഒഴിച്ചിട്ട് ഇതൊരു നല്ല ഫൈൻ മസാല പേസ്റ്റാക്കി എടുക്കാം. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മസാല എടുക്കുന്നത്. നമ്മൾ ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ അത് തേച്ച് പിടിക്കുന്നതിന് മുന്നേ അതിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മളെ ഫിഷിലോട്ട് ഈ മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം. ഫിഷിൻ്റെ എല്ലാ സൈഡിലും ഈ മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം. എല്ലാ സൈഡിലും വൃത്തിക്ക് തേച്ച് പിടിച്ചതിന് ശേഷം ഞാനത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നാലേ മസാല അതിലേക്ക് നന്നായി പിടിക്കുള്ളൂ. എത്ര നേരം വെക്കുന്നോ അത്രത്തോളം അതിലേക്ക് മസാല പിടിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ 1 മണിക്കൂറിന് റെസ്റ്റിന് ശേഷം നമ്മൾ ഏത് പാനിലാണോ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് അത് വെക്കുക, ചൂടാക്കുക. ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് കറി ലീവ്സ് ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം ഓരോ ഫിഷായിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായി വേവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡായി വരുമ്പം നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം മറിച്ചിട്ടതിന് ശേഷം നമുക്ക് എക്സസ് ആയിട്ടുള്ള മസാല ഉണ്ടല്ലോ, ആ മസാല ഇതിലേക്ക് മറിച്ചിട്ട് സൈഡിലോട്ട് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഫിഷ് ഇങ്ങനെ കുക്കായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒരു കുഞ്ഞ് സ്പൂൺ വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നമ്മൾ ഗ്രീൻ മസാല ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ മസാല ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ എന്നും സ്ഥിരമായിട്ടൊരു മസാലയല്ലേ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇടയ്ക്കൊന്ന് വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.